ദുനിയാവ് എന്ന അറബി പദം അർത്ഥമാക്കുന്നത് അടുത്തു നിൽക്കുന്നത് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ അടുത്തു നിൽക്കുന്നത് എന്നാണ്. അഥവാ പരലോകവുമായി വളരെ അടുത്തത് എന്നർത്ഥം. പെട്ടെന്ന് തന്നെ ഇത് തീർന്ന് പരലോകം ആരംഭിക്കും എന്ന അർത്ഥമാണ് ദുനിയ എന്ന പദം തന്നെ അറബി ഭാഷയിൽ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഓരോരുത്തരും ഒരു പരീക്ഷയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അള്ളാഹു തീരുമാനിച്ച പരീക്ഷാ ഹാളാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത്. നമുക്ക് അള്ളാഹു നിശ്ചയിച്ച നമ്മുടെ ആയുസ്സാണ് ആ പരീക്ഷ എഴുതാനുള്ള നമ്മുടെ സമയം എന്ന് പറയുന്നത്. ആ പരീക്ഷയിൽ നമ്മൾ എഴുതി ചേർക്കുന്ന നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് നാം ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങളാണ്. ആ പരീക്ഷയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. ഈ നിലക്കൊരു പരീക്ഷയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ള പരീക്ഷകളിൽ നിന്നും ഈ പരീക്ഷയെ വ്യത്യസ്തമാക്കുന്ന വളരെ സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇതിലെല്ലാവർക്കും സമയം ഒരുപോലെയല്ല എന്നതാണ്. സാധാരണ പരീക്ഷയിൽ എല്ലാവർക്കും തുല്യ സമയമായിരിക്കും. എന്നാൽ ഈ ജീവിതം എന്ന പരീക്ഷ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സമയമാണ്. ഏത് സമയത്താണ് എൻ്റെ പരീക്ഷ അവസാനിക്കുക എന്ന് ഒരാൾക്കും പറയാനും സാധ്യമല്ല. അതാണ് ഇതിന്റെ വലിയ ഒരു വ്യത്യാസം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സാധാരണ ഏതൊരു പരീക്ഷ കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ആ പരീക്ഷാ പേപ്പറുകൾ കുട്ടികളുടെ കയ്യിൽ നൽകുന്ന ഒരു ദിവസം വരാറുണ്ട്. എന്നതുപോലെ നമ്മുടെ ജീവിതം എന്ന ഈ യഥാർത്ഥ പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ പേപ്പറുകൾ, നമ്മൾ എഴുതിയ നമ്മുടെ നന്മകൾ കാണിക്കപ്പെടുന്ന, ബോധ്യപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാഖയിൽ വളരെ കൃത്യമായി ആ രംഗം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَيَقُولُ هَاؤُمُ اقْرَءُوا كِتَابِيَهْ إِنِّي ظَنَنْتُ أَنِّي مُلَاقٍ حِسَابِيَهْ فَهُوَ فِي عِيشَةٍ رَاضِيَةٍ فِي جَنَّةٍ عَالِيَةٍ قُطُوفُهَا دَانِيَةٌ كُلُوا وَاشْرَبُوا هَنِيئًا بِمَا أَسْلَفْتُمْ فِي الْأَيَّامِ الْخَالِيَةِ. അല്ലാഹു പറഞ്ഞു, എന്നാൽ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, തന്റെ വലത് കൈകൊണ്ട് ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന ആ മനുഷ്യൻ, ഈ പരീക്ഷയെ ശരിയായ രൂപത്തിൽ നോക്കിക്കൊണ്ട് ഉത്തരം എഴുതിയ ആ മനുഷ്യൻ വലത്തെ കൈയിൽ ഗ്രന്ഥം ലഭിക്കും. അവൻ പറയും, ഫയഖൂലു ഹാഉം ഇഖ്റഉ കിതാബിയ, ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ആ മനുഷ്യൻ പറയുമെന്നാണ്. എന്നിട്ട് തുടർന്നുള്ള ആ മനുഷ്യന് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് അവിടെ, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ ദിവസം എനിക്ക് വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു, അതിനനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചത്. ഫഹുവ ഫീ ഐശത്തിർ റാദിയ, ആ മനുഷ്യൻ വളരെ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കുമെന്നാണ്. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗമാണ് ആ മനുഷ്യനെ കാത്തിരിക്കുന്നത്. ഖുതൂഫുഹാ ദാനിയ, ആ സ്വർഗത്തിലെ പഴങ്ങൾ വളരെ അടുത്തടുത്തായി തനിക്ക് മുമ്പിൽ നിൽക്കുന്നതാണ്. കുലൂ വഷ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ ജീവിതം എന്ന് പറയുന്ന തന്റെ നാളുകളിൽ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് പകരമായി സന്തോഷത്തോടുകൂടി തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക എന്ന് ആ മനുഷ്യനോട് സ്വർഗത്തിൽ പറയുകയും ചെയ്യുമെന്നാണ്. ഇതാണ് ഈ ദുനിയാവ് എന്ന പരീക്ഷയെ ശരിയായ രൂപത്തിൽ പഠിച്ച് മാർക്കെടുത്ത മനുഷ്യർക്ക് വരാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ പരീക്ഷയിൽ തോറ്റുപോകുന്ന വിഭാഗത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ അള്ളാഹു ശേഷം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. وَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِشِمَالِهِ فَيَقُولُ يَا لَيْتَنِي لَمْ أُوتَ كِتَابِيَهْ وَلَمْ أَدْرِ مَا حِسَابِيَهْ يَا لَيْتَهَا كَانَتِ الْقَاضِيَةَ مَا أَغْنَى عَنِّي مَالِيَهْ هَلَكَ عَنِّي سُلْطَانِيَهْ خُذُوهُ فَغُلُّوهُ ثُمَّ الْجَحِيمَ صَلُّوهُ ثُمَّ فِي سِلْسِلَةٍ ذَرْعُهَا 70 ذِرَاعًا فَاسْلُكُوهُ. വളരെ കൃത്യമായി അള്ളാഹു വിശദീകരിക്കുകയാണ്. എന്നാൽ വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, തന്റെ ഇടത്തെ കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന ആ ദൗർഭാഗ്യരായ ആളുകൾ, ഫയഖൂൽ, അവൻ പറയും യാ ലൈതനി ലം ഊത കിതാബിയ, ഗ്രന്ഥം കിട്ടിയാലുടൻ അവൻ പറയും, എനിക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം ലഭിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ആ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ, മരണാനന്തരം ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു ലോകം എനിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞ് ഞാൻ ദുനിയാവിൽ അഹങ്കാരം നടിച്ച എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല.
ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ദുനിയാവിക എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി, ഒന്നും എനിക്ക് ഉപകരിച്ചില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരവസ്ഥ അവൻക്ക് വരുന്നു എന്നതാണ്. ശേഷം പറയപ്പെടും ഖുദൂഹു ഫഗുല്ലു, അവനെ പിടിച്ച് നിങ്ങൾ ബന്ധിപ്പിക്കുക, സുമ്മൽ ജഹീമ സ്വല്ലു, എന്നിട്ട് ആ നരകത്തിൽ അവനെ പ്രവേശിപ്പിച്ചു കൊള്ളുക, സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുഹു, ശേഷം 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ നരകത്തിൽ കൊണ്ടിടാൻ വേണ്ടി പറയപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരന്മാരെ, ഈ പറയുന്നത് ഇതൊരു കേവല കഥയല്ല, സാങ്കല്പികമായി ഉണ്ടാക്കിയ ഒരു സംഭവമല്ല, മറിച്ച് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാനുള്ള, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഇന്ന അദാബ റബ്ബിക ലവാഖി, നിന്റെ റബ്ബിന്റെ ശിക്ഷ വരിക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ആ ഒരു രംഗമാണിത്. നമ്മൾ ഓരോരുത്തരും ഈ രംഗം നേരിടും എന്നതാണ്. നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസവും ഇല്ല. എന്നാൽ ഈ രംഗം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവനായി നമ്മൾ മാറുമോ? അതല്ല ദൗർഭാഗ്യനായ ഇടത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിച്ച് ഖേദിക്കുന്ന, വിലപിക്കുന്ന, സങ്കടപ്പെടുന്ന, അതൊന്നും ഉപകരിക്കാതെ പോകുന്ന, അവസാനം നരകത്തിലേക്ക് എറിയപ്പെടുന്ന, ആ കത്തിജ്വലിക്കുന്ന തീജ്വാലകളുടെ നരകത്തിന്റെ ഇന്ധനമായി മാറുന്ന മനുഷ്യ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകുമോ എന്ന ഗൗരവത്തിലുള്ള ഒരു ചിന്തയാണ്, ഒരു വിചാരണയാണ്, ഒരു ആത്മപരിശോധനയാണ് ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്.